ആഗ്രഹിച്ചതിലും ഒത്തിരി 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 മുന്നോട്ട് പോയി. മാതാവിനെ ഒത്തിരി പേർക്ക് വിശ്വാസത്തിലോട്ട് കടന്നു വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മളെ വളരെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നൊരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനൊരു തീം അങ്ങനെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ പിടിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊരു തരത്തിലുള്ള ആൾക്കാരെയും ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഐറ്റംസ് കൂട്ടിച്ചേർത്ത് അതേസമയം ബോറടി അല്ലെങ്കിൽ ഒരു മുഷിപ്പ് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയില്ല ഫിലിമിൽ. ഞാനൊരു ഫിലിം പലപ്പോഴും കണ്ട് ശീലിച്ചിട്ടുള്ള ഒരാളാണ്. എങ്കിലും ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം, അല്പം പ്രയാസമുള്ളൊരു വിഷയമാണെങ്കിലും അത് വളരെ മനോഹരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു സവിശേഷതയും ഒരു അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അതിൽ ഫാദറായിട്ട് അഭിനയിച്ച അദ്ദേഹം, അതുപോലെ തന്നെ മറ്റു ഐറ്റംസ് കഥയെ ഒന്ന് ഒരുക്കിക്കൂട്ടി ഒരു ദിശാബോധത്തോടു കൂടി കൊണ്ടുപോകുന്നതിൽ സംവിധായകനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അതിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തികളും എല്ലാവരും വളരെ നന്നായിട്ട് ഇത് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത് ഇതൊരു മുഷിപ്പില്ലാത്ത ഈ ഒരു തീമെന്ന് പറയുന്നത് തികച്ച ഒരു ക്രിസ്തീയ തീമായതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയർക്ക് തന്നെ ചിലപ്പോൾ ഫിലിം ക്രിസ്തീയതയുമായി കൂട്ടിച്ചേർക്കുന്ന ഒരു രീതി നമുക്ക് കത്തോലിക്കർക്ക് കുറവാണ്. പക്ഷെ അതിനെയും അതിലംഘിച്ചുകൊണ്ട് ഇത് മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അതിലെ മുഖ്യ നടനും സഹനടന്മാർക്കും അതുപോലെ തന്നെ സംവിധായകനും അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളവർക്കും തീർച്ചയായിട്ടും വളരെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ വിജയിക്കും, ഇങ്ങനെയുള്ള ഫിലിം വിജയിക്കും എന്നാണ് ഇത് തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു.